ഹരേ കൃഷ്ണ. ഇന്ന് ഭഗവാന്റെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു കഥയാണ്. സാക്ഷി ഗോപാൽ എന്നറിയപ്പെടുന്ന ഭഗവാനെ സാക്ഷി ഗോപാൽ എന്ന് അറിയപ്പെടുന്ന ഒരു കഥ. എന്തുകൊണ്ടാണ് ഭഗവാനെ സാക്ഷി ഗോപാൽ എന്ന് പേര് വരാൻ കാരണം എന്നുള്ളൊരു കഥ. ഇത് തുടങ്ങുന്നത് പണ്ട് വിദ്യാനഗർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു. ഇവിടെ രണ്ട് ബ്രാഹ്മണന്മാരുണ്ടായിരുന്നു. ഒരു ചെറിയ ബ്രാഹ്മണനും ഉണ്ട്, ഒരു വലിയ ബ്രാഹ്മണനും ഉണ്ട്. ഇവരുടെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഈ ചെറിയ ബ്രാഹ്മണൻ ഭയങ്കര കൃഷ്ണഭക്തനാണ്. അങ്ങോര് ഭഗവാൻ എന്ന് പറഞ്ഞാൽ അത്രയും ഒരു കൂട്ടുകാരനാണ് അങ്ങോർക്കല്ലായിരുന്നു നമ്മുടെ ചെറിയ ബ്രാഹ്മണൻ. അങ്ങനെ ഈ ചെറിയ ബ്രാഹ്മണൻ പിന്നെ വലിയ ബ്രാഹ്മണനും അവിടെയുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ട്, വിദ്യാനഗറിലുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ട് ഒരു തീർത്ഥാടനത്തിന് എവിടേക്ക് പോവാണ്? വൃന്ദാവനത്തിലേക്ക് പോവാണ്. അങ്ങനെ ഈ ചെറിയ ബ്രാഹ്മണൻ ഭയങ്കര കൃഷ്ണഭക്തനാണ്. എന്താ പറയുക, എല്ലാ ഭക്തന്മാർക്കും എല്ലാ സത്സംഗത്തിൽ ഏർപ്പെടുന്നു. പിന്നെ എല്ലാ ഭക്തന്മാർക്കും വേണ്ട കാര്യങ്ങൾ, അവരുടെ പരിപാലനങ്ങളും എല്ലാം കാര്യങ്ങളും ഇങ്ങോട്ട് തന്നെയാണ് നോക്കണത്. അപ്പോൾ ഇവർക്ക് ഭയങ്കര ഇതൊക്കെ ചെയ്യണ കാണുമ്പോൾ നമ്മുടെ വലിയ ബ്രാഹ്മണന് എന്ത് തോന്നാണ്? അയ്യോ, എന്ത് നല്ല ആളാണ്, അയ്യോ ഇങ്ങനൊക്കെ ഒരു ആൾ എൻ്റെ മരുമോനായി വന്നിരുന്നെങ്കിൽ എൻ്റെ മോളെത്ര ഭാഗ്യവതി ആയേനെ എന്നൊക്കെ തോന്നും. അങ്ങനെ ഈ വലിയ ബ്രാഹ്മണൻ ഇങ്ങോരുടെ കാര്യങ്ങൾ എന്നെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഈ ചെറിയ ബ്രാഹ്മണൻ അവിടെ ഓരോരുത്തരെ വയസ്സായവരെ ശുശ്രൂഷിക്കണം, കുട്ടികളെ നോക്കണം, അങ്ങനെ പല പല കാര്യങ്ങളും എല്ലാ സേവനങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചെറിയ ബ്രാഹ്മണൻ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വലിയ ബ്രാഹ്മണന് ഭയങ്കര സന്തോഷം. അങ്ങനെ ദിവസങ്ങൾ കൂടുന്തോറും ഈ വലിയ ബാഹ്മണൻ ആ ചെറിയ ബ്രാഹ്മണനോടുള്ള ഇഷ്ടങ്ങൾ കൂടി വരികയാണ്. അങ്ങനെ ഒരിക്കൽ ആ തീർത്ഥാടനത്തിൻ്റെ ഇടയിൽ ഇവർ ഇവിടെ ഗോപാൽ സ്വാമി ടെമ്പിൾ ഉണ്ട്, ഗോപാൽജി ടെമ്പിൾ ഉണ്ട് വൃന്ദാവനത്തിൽ. അവിടെ എത്തുകയാണ്. അവിടെ എത്തിയിട്ട് നമ്മുടെ വലിയ ബ്രാഹ്മണൻ ചെറിയ ബ്രാഹ്മണനോട് ചോദിക്കുകയാണ്, എൻ്റെ മോളെ കല്യാണം കഴിക്കാനായിട്ട് പറ്റുമോ ചോദിക്കും. അപ്പം ഇങ്ങോട്ട് പെട്ടെന്നൊന്ന് സ്തംഭിച്ചു. എന്നിട്ട് പറയും, നിങ്ങളുടെ സ്വഭാവം നല്ലതാണ്, നിങ്ങൾ ഭയങ്കര കൃഷ്ണഭക്തനാണ്, നിങ്ങൾ ഓരോരുത്തരോട് ചെയ്യണ എത്ര ദയാണ്, പിന്നെ അങ്ങനെ കുറേ കാരുണ്യമാണ്, അങ്ങനെ കുറേ നമ്മുടെ ചെറിയ ബ്രാഹ്മണനെ കുറിച്ച് പറയുമ്പോൾ ഈ വലിയ ബ്രാഹ്മണൻ ചെറിയ ബ്രാഹ്മണനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നിട്ട് അവസാനം പറയണത്, നിങ്ങൾ എൻ്റെ മരുമോനായി വന്നു കഴിഞ്ഞാൽ എനിക്ക് അത്രയധികം സന്തോഷമാവും, മാത്രമല്ല എൻ്റെ മകള് ഭാഗ്യവതിയാവും ചെയ്യുന്നവർ. അങ്ങനെ നമ്മുടെ ചെറിയ ബ്രാഹ്മണൻ പറയും, ഇല്ല, ഞാൻ ഇത്രയും ചെറിയ എന്താ പറയുക കുടുംബത്തിൽ നിന്ന് വന്നതാണ്, എനിക്ക് പൈസ ഇല്ല, സമ്പത്തില്ല, സ്വത്തുക്കളില്ല, ഇതൊക്കൊന്നും ഇല്ല, പിന്നെന്താ പറയുക വിദ്യാഭ്യാസം ഇല്ല, എനിക്ക് ആകെ കൂടിയുള്ളത് ഭഗവാനോടുള്ള ഭക്തി മാത്രമാണ്. ഇത് മാത്രമുള്ള എന്നെ എങ്ങനെ നിങ്ങളുടെ മകൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാനായിട്ട് പറ്റുമെന്ന് ചോദിക്കും. അപ്പം ആ നേരത്ത് നമ്മുടെ ബ്രാഹ്മണൻ പറയും, അയ്യോ അതൊന്നും എനിക്ക് പ്രശ്നമില്ല, എനിക്ക് നിങ്ങളുടെ സ്വഭാവമാണ്, എനിക്ക് ഇന്നത്തെ കാലത്തെ സ്വഭാവമാണല്ലോ ഏറ്റവും വലുത്, അപ്പം നിങ്ങളുടെ സ്വഭാവം എനിക്കിഷ്ടമായി, എനിക്ക് വേറെ ഒന്നും വേണ്ട എന്ന് നമ്മുടെ വലിയ ബ്രാഹ്മണൻ ചെറിയ ബ്രാഹ്മണനോട് പറയും. ചെറിയ ബ്രാഹ്മണൻ പറയും, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചൂടെ, ഇതെന്ന് പറയണത് ചെറിയ കളിയല്ല, നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരോടും ചോദിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ കല്യാണം എന്ന് പറയുന്നത്. നിങ്ങൾ മകൾക്ക് ഇഷ്ടമാണോ എന്ന് നമുക്കറിയില്ല. പറയും, എൻ്റെ മകൾക്കൊക്കെ തന്നെ ഇഷ്ടമാവും, അത്രയും നല്ല എന്താ പറയുക ഡിവോട്ടിയാണ്, പിന്നെ കുറേ പറയും. ഞാൻ മാറില്ല, എനിക്ക് നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ എൻ്റെ മകളെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ ആ ചെറിയ ബ്രാഹ്മണൻ പറയും, ശരി ഞാൻ കല്യാണം കഴിക്കാം, പക്ഷേ വാക്ക് മാറരുത് പറയും. ഇപ്പോൾ അങ്ങ് പറഞ്ഞത് ഗോപാൽജിയുടെ മുന്നിൽ വെച്ചിട്ടാണ്, അതുകൊണ്ട് വാക്ക് മാറ്റി പറയരുത് എന്ന് പറയും. ഭഗവാന്റെ മുമ്പിൽ വെച്ചിട്ട് സത്യം ചെയ്യാൻ പറ്റുമോ ചോദിക്കും. അങ്ങനെ ആൾ പറയും, സത്യമായിട്ടും ഞാൻ ഭഗവാന്റെ മുമ്പിൽ വെച്ചിട്ടാണ് പറയണത്, എൻ്റെ മകളെ നിങ്ങൾക്ക് തന്നെയാണ് വിവാഹം ചെയ്ത് തരുള്ളൂ എന്ന് പറയും. അങ്ങനെ ആ ചെറിയ ബ്രാഹ്മണന് സന്തോഷവും. കാരണം ഈ ചെറിയ ബ്രാഹ്മണന് ഓൾറെഡി ആ കുട്ടീനെ, അതായത് വലിയ ബ്രാഹ്മണൻ്റെ മകളോട് ഇഷ്ടമുണ്ടായിരുന്നു. അങ്ങനെ ഇവരെ തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തി കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ ഈ ചെറിയ ബ്രാഹ്മണൻ കല്യാണം ചോദിച്ച് ആ കുട്ടീനെ ചോദിച്ച് വലിയ ബ്രാഹ്മണൻ്റെ വീട്ടിലേക്ക് പോകാൻ റെഡിയാവണം. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു കാര്യം ഉണ്ടാവുന്നുണ്ട്. ഈ വലിയ ബ്രാഹ്മണൻ ഈ കാര്യം, അതായത് ആ ചെറിയ ബ്രാഹ്മണനെ കല്യാണം കഴിച്ച് കൊടുക്കാൻ പോവാന്നുള്ള കാര്യം ആ ബ്രാഹ്മണൻ്റെ മറ്റുള്ള ബന്ധുക്കളോടും ആ പെൺകുട്ടിയുടെ ചേട്ടന്മാരോടും ഒക്കെ ഇരുന്ന് പറയാണ്. ഇത്
അറിഞ്ഞ ആ ചേട്ടന്മാരും ബന്ധുക്കളും കൂടി നമ്മുടെ വലിയ ബ്രാഹ്മണൻ്റെ മെക്കെട്ട് കയറും. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത്? കാരണം അയാളെന്ന് പറയുന്നത് നമുക്കറിയാം, നാട്ടിലത്തെ ആൾ തന്നെയാണ്, അധികം സമ്പത്തില്ല, പൈസ ഇല്ല, നമ്മൾ ഇത്രയും വലിയ കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ്, നമ്മൾ എന്ത് കണ്ടിട്ട് ആ കുട്ടിക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമെന്ന് പറയും. അപ്പോൾ വലിയ ബ്രാഹ്മണൻ പറയും, അതൊന്നും കുഴപ്പമൊന്നുമില്ല, ആൾ നല്ല സ്വഭാവമാണ്, എല്ലാ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടിട്ടാണ് ചെയ്യണത്, അതൊന്നും കുഴപ്പമില്ല, നമുക്ക് ആൾക്ക് തന്നെ കൊടുക്കാമെന്ന് പറയും. അപ്പോൾ ബന്ധുക്കൾ പറയും പറ്റില്ല, കാരണം നമ്മുടെ നിലവാരം നോക്കുമ്പോൾ ആ ചെറിയ ബ്രാഹ്മണനുള്ളത് അത്രയും ചെറിയ താഴ്ന്ന തട്ടിലാണ്. നമ്മൾ ഇത്രയും വലിയ കുടുംബത്തിലുള്ളവരാണ്, നമുക്ക് അധികം കുറേ സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അച്ഛൻ എന്ത് കണ്ടിട്ടാണ് ആൾക്ക് വാക്ക് കൊടുത്തേ ചോദിക്കും. അച്ഛന് എന്തെങ്കിലും ഈ കുട്ടീനെ കുറിച്ച്, അതായത് മകളെ കുറിച്ച് വിചാരം ഉണ്ടെങ്കിൽ ഈ ഒരു ചിന്തിക്കാനുള്ള പ്രവൃത്തി അങ്ങ് ചെയ്യില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി ഈ വലിയ ബ്രാഹ്മണനെ കുറ്റപ്പെടുത്തും. അപ്പോൾ ഈ വലിയ ബ്രാഹ്മണൻ്റെ മനസ്സ് നിറച്ച് ഈ ഒരു വിഷമമായിരുന്നു. ഞാൻ ഭഗവാന് മുമ്പിൽ വെച്ചിട്ട് വാക്ക് കൊടുക്കുകയും ചെയ്തു, ഇപ്പം എന്ത് ചെയ്യും എന്നുള്ളൊരു ആ ഒരു മനസ്സ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു രീതിയിലിരിക്കുകയായിരുന്നു വലിയ ബ്രാഹ്മണൻ. അങ്ങനെയാണ് ആര് വരുന്നത്? നമ്മുടെ ചെറിയ ബ്രാഹ്മണൻ വലിയ ബ്രാഹ്മണൻ്റെ അടുത്തേക്ക് ഈ കുട്ടീനെ കല്യാണം ചോദിച്ചു വരുന്നത്. ആ സമയത്ത് നമ്മുടെ ചെറിയ ബ്രാഹ്മണൻ കയറി ചെല്ലുമ്പോൾ തന്നെ ബന്ധുക്കൾക്ക് കാര്യം മനസ്സിലാവാണ്, എല്ലാവരും കൂടി വരും, എന്താ വേണ്ടത് എന്നുള്ള ഭയങ്കര ഒരു റൂഡായിട്ടുള്ള രീതിയിലാണ് ചെറിയ ബ്രാഹ്മണനോട് സംസാരിക്കുക. ഈ ചെറിയ ബ്രാഹ്മണൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ചെറിയ ബ്രാഹ്മണൻ പറയാണ്, എനിക്ക് ഇവിടുത്തെ ആൾ വാക്ക് തന്നിട്ടുണ്ടായിരുന്നു, ആ കുട്ടീനെ കല്യാണം കഴിപ്പിച്ചു തരുന്നു. ഇത് അറിഞ്ഞപ്പോഴേക്കും എല്ലാവരും വരും നമ്മുടെ ഈ ചെറിയ ബ്രാഹ്മണനെ കയറി ഉപദ്രവിക്കുകയാണ്, ഭയങ്കരമായിട്ട് ദേഹോപദ്രവം ചെയ്യണം, മനസ്സുകൊണ്ട് വാക്കുകൾ കൊണ്ടും പറയാൻ പാടാത്തതും ചെയ്യാൻ പാടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ പറയാണ്. അപ്പം അങ്ങനെ അങ്ങോട്ട് നിലത്ത് വീണ് കടന്നിട്ട് ചോദിക്കുകയാണ്, ഇവിടുത്തെ ആളാണ് എനിക്ക് വാക്ക് തന്നത്, അദ്ദേഹത്തെ വിളിക്കുമെന്ന് പറയും. അങ്ങോരാണെങ്കിൽ പേടിച്ച് മാറി നിൽക്കുകയാണ്. അപ്പം അങ്ങോരെല്ലാവരും കൂടി വിളിക്കും. അപ്പോൾ വിളിച്ചിട്ട് അപ്പോൾ നാട്ടുകാരും വരും കേട്ടോ. അതായത് നാട്ടിൽ ആ വിദ്യാനഗറിലുള്ള എല്ലാവരും മുമ്പിൽ വെച്ചിട്ടാണ് നമ്മുടെ ചെറിയ ബ്രാഹ്മണനെ ക്രൂശിക്കുന്നത്. എല്ലാവരും കൂടി കടിച്ചു കയറുകയാണ്. ആൾക്ക് ഒന്നും പറയാനില്ല, ആരും ഇല്ലാത്ത പോലെ. താൻ പാവപ്പെട്ടവരാണ്, തനിക്ക് വേണ്ടി വാദിക്കാൻ ആരും ഇല്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ. ചെറിയ ആൾക്കാർക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ എവിടെ പോയാലും നമുക്കൊരു വില ഉണ്ടാവില്ല. പൈസ ഉള്ളിടത്താണ് വില ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ പൈസക്കാരെല്ലാവരും കൂടി നിന്ന് നമ്മുടെ ഈ ചെറിയ ബ്രാഹ്മണന് ചീത്ത പറഞ്ഞുകൊണ്ടും ദേഷ്യപ്പെട്ടുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം ആ ബ്രാഹ്മണന് അന്ന് ആകെ കൂടി ഉണ്ടായിരുന്നുള്ള സാക്ഷി ആരായിരുന്നു? നമ്മുടെ ഈ വലിയ ബ്രാഹ്മണനായിരുന്നു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വലിയ ബ്രാഹ്മണൻ വരും. അപ്പം ഈ നാട്ടുകാരൊക്കെ ചോദിക്കും, പറഞ്ഞത് സത്യമാണോ, ഇങ്ങോട്ട് പറഞ്ഞത് സത്യമാണോ ചോദിക്കും. അപ്പോൾ വലിയ ബ്രാഹ്മണൻ പറയും, അയ്യോ ഞാൻ അങ്ങനെ ഒരു വാക്കേ കൊടുത്തിട്ടില്ല, ഞാൻ അങ്ങനെ ഒരു സംഭവമേ ചെയ്തിട്ടില്ല, എന്തൊക്കെ നുണയാണ് ഇങ്ങോട്ടിരുന്ന് പറയണേന്ന് പറയും. ആരോട്? ഈ ചെറിയ ബ്രാഹ്മണൻ എന്തൊക്കെ നുണയാണ് പറഞ്ഞ് എന്നുള്ള രീതിയിൽ, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ വലിയ ബ്രാഹ്മണൻ സംസാരിക്കും. അതങ്ങോട്ട് കേട്ടപ്പോൾ നമ്മുടെ ചെറിയ ബ്രാഹ്മണന് എന്താ ചെയ്യണ്ടേ? കാരണം ആകെ കൂടി ഉണ്ടായിരുന്നത് ആരായിരുന്നു? ഈ വലിയ ബ്രാഹ്മണനായിരുന്നു. പങ്ങൂരില്ല എന്ന് പറഞ്ഞോട് കൂടിയിട്ട് നാട്ടുകാരുടെ മുമ്പിൽ ആര് തെറ്റുകാരനായി? താൻ തെറ്റുകാരനായെന്നുള്ള ആ ഒരു മനോവിഷമം കൊണ്ട് അങ്ങനെ ഇരുന്ന് കരയാണ്. അപ്പം ഈ വലിയ ബ്രാഹ്മണൻ നിർത്തുന്നില്ല. ആൾ പറയണ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, കല്യാണം വേണമെന്നുണ്ടെങ്കിൽ വേറെ എത്രയോ പെണ്ണുങ്ങളുണ്ട്, ഞങ്ങളൊക്കെ വലിയ പണക്കാരാണ്, അങ്ങനത്തെ രീതിയിലൊക്കെ ഇരുന്ന് പറയും. അപ്പം ഇതാണ്ട് കേൾക്കുമ്പോൾ എന്താ പറയുക, ചെറിയ ബ്രാഹ്മണന് ആകെ വിഷമാവും, സങ്കടമാവും. അങ്ങനെ ആ ഒരു ഇതുകൊണ്ട് ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും പറയില്ലേ, ഇത് ആരും ഇല്ലാത്തപ്പോഴാണ് നമ്മൾ ഒരാൾ ഓർക്കാന്നുള്ള പോലെയായിരുന്നു. അന്ന് ആരും ഇല്ലാത്ത സമയത്ത് അങ്ങോര് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ആരോ ഓടി വരികയാണ്, നമ്മുടെ വൃന്ദാവനിലെ ഗോപാൽജി മനസ്സിൽ വരികയാണ്. അങ്ങനെ ആൾ ആ വീണോടത്തുനിന്ന് എഴുന്നേറ്റിട്ട് പറയാണ്, അങ്ങ് മാത്രമല്ല സാക്ഷിയായിട്ടുണ്ടായിരുന്നത്, അന്ന് അവിടെ നമ്മുടെ സാക്ഷിയായിട്ട് ഒരാളും കൂടി ഉണ്ടായിരുന്നു. ആള് വന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയോ ചോദിക്കും. ഗോപാൽജിയാണോ വന്ന് പറയാൻ വേണം, വൃന്ദാവനത്തിലെ ഗോപാൽജിയാണ് നിനക്ക് വേണ്ടി ഇനിയിപ്പോൾ സാക്ഷി പറയാനായിട്ട് വിദ്യാനഗറിൽ വരുന്നത്, നല്ല കഥയായിട്ടെന്നൊക്കെ നാട്ടുകാരെല്ലാവരും കൂടി കളിയാക്കും.
ഇപ്പോൾ നമ്മുടെ വലിയ ബ്രാഹ്മണൻ ചെറിയൊരു ഭയമുണ്ട് മനസ്സിൽ. കാരണം താൻ ചെയ്തത് തെറ്റാണ്, തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കുറ്റബോധം എല്ലാം മനസ്സിലുണ്ടായിട്ടാണ് വലിയ ബ്രാഹ്മണൻ. വിഷമമുണ്ട് ഈ ചെറിയ ബ്രാഹ്മണനെ ഇങ്ങനെയൊക്കെ ചെയ്തതിൽ, വിഷമമുണ്ട്, അവർക്ക് പശ്ചാത്താപമുണ്ട്. പക്ഷേ നിവൃത്തി കേടുകൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ടി വരും ചെയ്തു. പക്ഷെ ചെറിയ ബ്രാഹ്മണൻ വിടുന്നില്ല. ചെറിയ ബ്രാഹ്മണൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു, സാക്ഷി നമ്മുടെ ഗോപാൽജി വൃന്ദാവനത്തിൽ നിന്ന് നിങ്ങളുടെ അടുത്ത് വന്ന് പറയും എന്നുള്ളൊരു മനസ്സിലെ ഒരു ഇത് വെച്ചിട്ട് അങ്ങോട്ട് എവിടേക്ക് യാത്ര തിരിക്കുകയാണ്? വൃന്ദാവനത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചെറിയ ബ്രാഹ്മണൻ ഉണ്ടായ കാര്യങ്ങളൊക്കെ ആളിങ്ങനെ റിപ്പീറ്റായിട്ട് മൈൻഡിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ആൾക്കാർ മാറുന്നത്? എത്ര പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു നുണ പറഞ്ഞത് എന്നുള്ള രീതിയിൽ ആള് സങ്കടം പൊട്ടിക്കരഞ്ഞ് ഭഗവാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് നേരെ വൃന്ദാവനത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ വൃന്ദാവനത്തിലെത്താണ്. ഗോപാൽജിയുടെ മുന്നിലെത്തുമ്പോൾ ആളും കൈയും കാലും തളർന്നു. നേരെ ഭഗവാന്റെ മുന്നിൽ വീണിട്ട് കരയാണ്, ഭഗവാനെ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? അങ്ങയുടെ മുമ്പിൽ വെച്ചിട്ടാണ് അദ്ദേഹം സത്യം ചെയ്തത് അദ്ദേഹത്തിൻ്റെ മോളെ വിവാഹം കഴിച്ചു തരാൻ. പക്ഷേ എന്തുകൊണ്ട് ആളിപ്പോൾ എന്നെ എതിർത്ത് പറഞ്ഞു? മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മുന്നിൽ മാത്രമല്ല, നാട്ടിൽ മൊത്തം എനിക്ക് പൊട്ട ചീത്ത പേര് ലഭിക്കുകയാണ്. ഞാൻ കയറി ആ പെൺകുട്ടീനെ വേണമെന്ന് പറഞ്ഞു എന്നുള്ള രീതിയിലായി മാറി കഥ. ഭഗവാന് മാത്രമാണ് എന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ, ഈ ഒരു ഇതിൽ നിന്ന് ഭഗവാൻ മാത്രമേ ഉള്ളൂ സാക്ഷിയായിട്ട് എന്ന് അദ്ദേഹം ഭഗവാനോട് ഗോപാൽജിയുടെ മുന്നിലിരുന്ന് പൊട്ടിക്കരയാണ്. അങ്ങനെ ആ കരച്ചില്ല ആര് വരാണ്ടിരിക്കുമോ? നമ്മുടെ ഭഗവാൻ വരാണ്ടിരിക്കുമോ? ഭഗവാൻ വരികയാണ്. ഭഗവാൻ വന്നിട്ട് പറയാണ്, താൻ മുന്നിൽ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, തനിക്ക് വേണ്ടിയിട്ട് സാക്ഷി പറയാനായിട്ട് ആര് വരും? ഞാൻ വരും എന്ന് പറയാണ് അദ്ദേഹത്തിനോട്. അപ്പോൾ തൻ്റെ ഭക്തന് വേണ്ടിയിട്ട് സാക്ഷിയായിട്ട് ആര് വരും? നമ്മുടെ ഭഗവാൻ വരും, അത് മറക്കരുത്. അങ്ങനെ നമ്മുടെ ആ ചെറിയ ബ്രാഹ്മണന് വേണ്ടിയിട്ട് സാക്ഷിയായിട്ട് ആര് വരും? നമ്മുടെ കൃഷ്ണൻ വരികയാണ്. അത് ഇവിടുന്ന് വൃന്ദാവനത്തിൽ നിന്ന് ഗോപാൽജി ടെമ്പിളിൽ നിന്ന് വരികയാണ്. അപ്പോൾ വരുമ്പോൾ ഒരു കാര്യം പറയും, എനിക്ക് ഒരിക്കലും സംശയം തോന്നരുത്, ഞാൻ പിന്നാലെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു സംശയം എനിക്ക് തോന്നാനായിട്ട് പാടില്ല. എനിക്ക് എപ്പോഴാണോ നിൻ്റെ മനസ്സിലൊരു സംശയം തോന്നണത്, എപ്പോഴാണോ നീ തിരിഞ്ഞു നോക്കുന്നത്, ആ സമയത്ത് ഞാൻ അവിടെ നിൽക്കും എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ചെറിയ ബ്രാഹ്മണൻ സമ്മതിക്കുകയാണ്, ഭഗവാൻ എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് പറയും. അങ്ങനെ നമ്മുടെ ചെറിയ ബ്രാഹ്മണൻ നടക്കുകയാണ്, ഭഗവാൻ പിന്നാലെ വരികയാണ്. അങ്ങനെ നടന്ന് നമ്മുടെ വിദ്യാനഗറിൽ എത്തും. കയറുമ്പോഴേക്കും അവർക്ക് ചെറിയൊരു സംശയം ഉണ്ടാവും, ഇനി ഭഗവാൻ ഉണ്ടാവില്ലേ എൻ്റെ പിന്നിൽ? ഇനി എന്താ പറയുക, ഇനി ഭഗവാൻ വന്ന് എനിക്ക് വേണ്ടി സാക്ഷി പറയുമോ? അതായത് ഇങ്ങനൊരു ശില ഇവിടെ ഉണ്ടോ? അല്ല, ഇങ്ങനൊരു ശിലേനെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ എങ്ങനെയാണ് വിശ്വസിക്കുക? അങ്ങനെയാണ് പല പല ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ മായ ബാധിക്കുന്നുണ്ടല്ലോ. എല്ലാവർക്കും മായ ബാധിക്കണ പോലെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മായ ബാധിക്കുകയാണ്. അദ്ദേഹത്തിനൊരു സംശയം തോന്നിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ താൻ എങ്ങനെയാണോ നമ്മുടെ വൃന്ദാവനത്തിൽ ഗോപാൽജി ടെമ്പിളിൽ കണ്ട അതേ വിഗ്രഹം, അതേ രൂപം വന്ന് നിൽക്കുകയാണ് തൻ്റെ മുന്നിൽ. എവിടെ? വിദ്യാനഗറിൽ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അത് കണ്ടോട് കൂടിയിട്ട് നമ്മുടെ ചെറിയ ബ്രാഹ്മണൻ സാഷ്ടാംഗം വീണ് മാപ്പപേക്ഷിക്കുകയാണ്, കരയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇത് കരച്ചിൽ കേട്ട് വന്ന ജനങ്ങള് കൂടി നിൽക്കും. ഇത് കഥ അറിഞ്ഞ് ആര് വരും? നാട്ടുകാര് എവിടേക്ക് പോവാണ്? നമ്മുടെ വലിയ ബ്രാഹ്മണന്റെ വീട്ടിലേക്ക് പോവാണ്. എന്നിട്ട് പറയാണ്, നോക്കൂ വൃന്ദാവനത്തിന് ഗോപാൽജി വന്നിട്ടുണ്ട് എന്ന് പറയും. ഇതങ്ങോട്ട് കേൾക്കുമ്പോൾ നമ്മുടെ വലിയ ബ്രാഹ്മണൻ തലയിലൊരു സ്ഫോടനം അങ്ങോട്ട് നടക്കും. വലിയ ബ്രാഹ്മണന് കൈയും കാലും വരച്ചു തുടങ്ങും. നേരെ ഓടുകയാണ്, ആ ഭഗവാൻ വന്ന് നിൽക്കുന്ന സ്ഥലത്തേക്ക് ഓടുകയാണ്. നേരെ പോയിട്ട് ഭഗവാന്റെ കാൽക്കല് വീണ് സാഷ്ടാംഗം വന്ന് അപ്പൊ കാണുമ്പോൾ താൻ ആരുടെ മുമ്പിലാണ് വെച്ചിട്ടാണോ സാക്ഷി എന്താ പറയാ സത്യം ചെയ്തത്, അതേ വിഗ്രഹം തന്നെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഭഗവാനെ കണ്ട ഉടനെ കരയാണ്, ഭഗവാനെ ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ഭഗവാനോട് തൻ്റെ തെറ്റുകള് എടുത്തെടുത്ത് പറയാണ്. ഞാൻ അന്നങ്ങനെ സാക്ഷി കൊടുത്തതാണ്, ഞാൻ ഇന്നങ്ങനെ ചെയ്തതാണ്. എന്നിട്ടാണ് ഇവൻ വന്ന് വീട്ടിൽ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല എന്ന് നുണ പറഞ്ഞു.
ഭഗവാൻ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ കാലത്തിൽ വീണിട്ട് അല്ല ഉണ്ടായ കഥകളൊക്കെ ഇങ്ങോട്ട് തന്നെ പറയും സ്വയം. ഇത് കണ്ടു നിൽക്കുകയാണ് നാട്ടുകാരും തൻ്റെ ബന്ധുക്കളും ഒക്കെ. അങ്ങനെ ഭഗവാൻ അവിടെ നിന്ന് സംസാരിക്കണമെന്ന് പറയണം. അതായത് എൻ്റെ ഭക്തന് വേണ്ടിയിട്ട് ഞാൻ സാക്ഷിയായിട്ട് വന്നതാണ്. അങ്ങനെയാണ് നമ്മുടെ ഈ ചെറിയ ബ്രാഹ്മണന് ഈ വലിയ ബ്രാഹ്മണൻ സന്തോഷപൂർവ്വം തൻ്റെ മകളെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ആ കൃഷ്ണന്റെ പേരാണ് സാക്ഷി ഗോപാൽ. അങ്ങനെ ഭഗവാൻ തൻ്റെ ഭക്തന് വേണ്ടിയിട്ട് ഗോപാൽജി, വൃന്ദാവനത്തിലെ ഗോപാൽജി സാക്ഷി പറയാനായിട്ട്, ഒരു ഭക്തന് വേണ്ടി സാക്ഷി പറയാനായിട്ട് വരികയാണ് നമ്മുടെ വൃന്ദാവനത്തിൽ ഗോപാൽജി ടെമ്പിൾ. അങ്ങനെയാണ് ഭഗവാന് സാക്ഷി ഗോപാൽ എന്ന പേര് വരാനായിട്ടുള്ള കാരണം.